യൂറോപ്പിന്റെ നാശം അടുത്തിരിക്കുന്നുവെന്നതിന് സൂചന നൽകിക്കൊണ്ട് യൂറോപ്യൻ യൂണിയൻ എടുത്ത ഒരു വലിയ തീരുമാനം, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുവാൻ വേണ്ടി യൂറോപ്യൻ യൂണിയൻ ശ്രമിക്കുന്ന ഒരു തീരുമാനം, അത് ഈ അടുത്ത ദിവസങ്ങളിൽ വാർത്തയായി പുറത്തു വന്നിരുന്നു. നമുക്കറിയാം, ലോകം മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ വിവാഹം കഴിച്ച് അവിടെ ഒരു കുടുംബം രൂപപ്പെട്ട് കുട്ടികളും അടുത്ത തലമുറയും ഒക്കെയുള്ള ഒരു സംവിധാനം നിലവിൽ വന്നാൽ മാത്രമേ ലോകത്തിന് മുന്നോട്ടുള്ള യാത്ര സാധ്യമാവുകയുള്ളൂ. എന്നാൽ അതിനൊക്കെ ഭംഗം വരുത്തുന്ന തരത്തിലുള്ള സ്വവർഗ വിവാഹത്തിന് അനുമതി നൽകുന്ന തരത്തിലുള്ള നിയമങ്ങൾ പാസ്സാക്കണമെന്ന് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങൾക്കുമുള്ള നിർദ്ദേശം നൽകിക്കൊണ്ടാണ് യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ വിഷയമാണ് ഇന്നത്തെ നിലപാടിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്നോടൊപ്പമുള്ളത് റോബിൻ ജോൺ. റോബിൻ, നമുക്കറിയാം, നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ സെയിം സെക്സ് മാരേജ് എന്ന് പറയുന്നത് സമൂഹത്തിന് ഉണ്ടാക്കുന്ന വലിയൊരു വിപത്ത്, അതിപ്പോൾ നമ്മൾ ചിന്തിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവത്തില്ലായിരിക്കും. പക്ഷെ കാലങ്ങൾ മുന്നോട്ട് പോകും തോറും അടുത്ത വരാൻ ഇരിക്കുന്ന തലമുറകളെയൊക്കെ അത് വലിയ ഗുരുതരമായിട്ട് ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മനുഷ്യവംശം തന്നെ മുന്നോട്ട് പോകുന്നത് ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിലുള്ള ഒരു ബന്ധത്തിൽ നിന്നാണ്, നമുക്കറിയാവുന്ന കാര്യമാണത്. അപ്പോൾ ഇത് വരുന്ന തലമുറയെ എത്രത്തോളം ഗുരുതരമായിട്ട് ബാധിക്കുമെന്നാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ? ഒന്ന് നമ്മൾ പറയുന്നത്, ഇപ്പം ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു, മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് അങ്ങനെ തുടങ്ങി അങ്ങനെ അങ്ങ് പോകുന്ന ഒരു കൺസെപ്റ്റുണ്ട്. ആ കൺസെപ്റ്റിന് വിലയില്ലാതാകുമ്പോൾ ആ കൺസെപ്റ്റ് വെറുതെയാണ്, ചുമ്മാതാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുമ്പോൾ പിന്നെ അവിടെ തൊട്ട് തന്നെയാണ് ഇത് ശരിക്കും തുടങ്ങുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്ന ആ ബൈബിൾ തുടങ്ങുന്ന ആ ഒരു വാക്കുണ്ട്. ആ വാക്കിൽ തന്നെ ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ തന്നെ പിന്നെ അവിടുന്ന് അങ്ങോട്ടില്ല. എന്ന് വെച്ചാൽ ദൈവം ഇല്ല എന്ന് പറയുന്ന കൺസെപ്റ്റ് പിന്നെ അത് വിശ്വസിച്ച് തുടങ്ങുന്ന, അല്ലെ ബൈബിൾ വായിച്ച് തുടങ്ങുന്നവനെ സംബന്ധിച്ച് ഇല്ല, ദൈവം ഇല്ല എന്ന് പറയുന്ന കൺസെപ്റ്റേ ഇല്ല. പിന്നെ ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, അപ്പോൾ ദൈവം ഉണ്ട് എന്നുള്ളത് അവിടെ തന്നെ അസേർട്ട് ചെയ്തു വെച്ചേക്കാണ് ബൈബിൾ എന്ന് പറയുന്നത്. ആ വിശ്വാസം എന്ന് പറയുന്നത് അതാണ് ആ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പം ആ സ്പിരിച്വാലിറ്റി ഇല്ലാതാകുമ്പോൾ, ഇപ്പോൾ ആ ദൈവം ഇല്ല എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് മാറുമ്പോൾ പിന്നെ ദൈവം സൃഷ്ടിച്ച സാധനങ്ങളാണെന്നോ, ദൈവം ഇങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്നോ, ഇതിനിങ്ങനെ ഒരു താളമുണ്ടെന്നോ, ഇതിനിങ്ങനെ ഒരു താളവും ലയവും ഒക്കെ ഈ സൃഷ്ടിക്ക് ഉണ്ട് എന്നും, ഇത് മുന്നോട്ട് പോകണമെങ്കിൽ അതിനുള്ള ചില പ്രോസസ്സുകൾ ഇങ്ങനെയാണ്, അത് ക്രമീകരിച്ചേക്കുന്നത് ഇങ്ങനെയാണ് എന്നുള്ളൊക്കെ കാര്യങ്ങൾ ആ ദൈവികമായിട്ടുള്ള സൃഷ്ടിയുടെ എല്ലാ വൈഭവത്തെയും എല്ലാ താളങ്ങളെയും എല്ലാം പിന്നീട് അത് നിരാകരിക്കപ്പെടുക. ദൈവമില്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളില്ല എന്നുള്ളൊരു വശത്തേക്കും അവിടെ വെച്ചാണ് പലപ്പോഴും ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മൾ ക്രിസ്ത്യാനിറ്റിയുടെ വശത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ പുതിയ നിയമത്തിൽ പറയുന്നതാണല്ലോ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഇപ്പോൾ പുതിയ നിയമത്തിൽ പറയുന്ന ഒരു കാര്യം നമ്മൾ എനിക്ക് തോന്നുന്നത് അതിനപ്പുറത്ത് പിന്നെ പലപ്പോഴും സംസാരിക്കാൻ പോലും ഇല്ല എന്നുള്ള ഒരു വശം കൂടിയുണ്ട്. ഈ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ, അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോടുകൂടെ ശരീരങ്ങൾ പരസ്പരം അവമാനിതമാക്കുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു എന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നു, അക്കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും പരസ്പര ആസക്തിയാൽ ജ്വലിച്ച് അന്യോന്യം ലജ്ജാകര കൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. തങ്ങളുടെ തെറ്റിന് അർഹമായ ശിക്ഷ അവർക്ക് ലഭിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ദൈവം ബൈബിള് പറഞ്ഞു വയ്ക്കുന്നത് എന്ന് വെച്ചാൽ ഈ സ്വർഗ രതി എന്ന് പറയുന്ന, അല്ല സ്വർഗ വിവാഹം, അങ്ങനെയുള്ള ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് അവരുടെ ശരീരം അപമാനിതമാകാൻ വിട്ടുകൊടുത്തു എന്നുള്ള ഒരു പ്രോസസ്സിലാണ് ഉപയോഗിക്കുന്നത്. വെച്ചാൽ പിന്നെ അതങ്ങ് നാശത്തിന് വിട്ടുകൊടുത്തു, നശിച്ചു എന്നുള്ളൊരു കൺസെപ്റ്റ്. അപ്പോൾ അവിടെ വെച്ചാണ് പലപ്പോഴും ക്രിസ്ത്യാനിറ്റിയുടെയൊക്കെ ഇതിനോടുള്ള ഒരു മനോഭാവം വെളിവാകുന്നത്. കാരണം ക്രിസ്ത്യാനിറ്റി ഒരിക്കലും ഇതിനെ അംഗീകരിക്കാത്തതിൻ്റെയൊക്കെ ഒരു പ്രോസസ്സിലേക്ക് എത്തുമ്പം അവിടെയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്വർഗ ലൈംഗികത എന്ന് പറയുന്ന ഈ ഒരു വിഷയം നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ കൈകാര്യം ചെയ്യപ്പെട്ടിരുന്ന വിഷയങ്ങളാണ് എന്നുള്ളതാണ്. പലപ്പോഴും സോദോഗൊമോറയൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയുന്നത്. കാരണം ഇങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയാണ്, ആ ദേശത്തിന് അങ്ങനെ സംഭവിക്കുമെന്നുള്ളൊരു സാധനമുണ്ട്. പലപ്പോഴും ആ രീതിയിൽ നമ്മൾ ചിന്തിച്ചു വരുമ്പോൾ, ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ എല്ലാ രാജ്യങ്ങളോടും, യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട എല്ലാ രാജ്യങ്ങളോടും ഈ ഒരു സ്വർഗ ലൈംഗികത അംഗീകരിക്കണം എന്നുള്ള ഒരു രീതിയിലേക്ക്, ഒരു നിലപാടിലേക്ക് എത്തുന്ന സാഹചര്യം വെച്ചാണല്ലോ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇതിലെ ഏറ്റവും ആദ്യം ഇവരുടെ ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തോന്നുന്നത്, ഈ പണ്ട് ഈ റോമാക്കാരുടെ സംസ്കാരം ഭയങ്കര നമുക്കറിയാവുന്നതാണ്, വളരെ ശക്തമായിട്ടുള്ള ഏറ്റവും പ്രബലമായിട്ടുള്ള സംസ്കാരമായിരുന്നു റോമാക്കാരുടെ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ ബ്രിട്ടൻ, അതുപോലെ തന്നെ ഈ ഫ്രാൻസ്, അങ്ങനെയുള്ള ആ മേഖലകളിലേക്ക് പിന്നീട് ഈ ജർമാനിക് ട്രൈബ്സ് കടന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ ജർമാനിക് ട്രൈബ്സ് കടന്നു വന്ന സാഹചര്യത്തിൽ അവർ ആദ്യം ചെയ്തത്
ഇവർ ഈ റോമിൻ്റെ വളരെ സമ്പുഷ്ടമായ പ്രബലമായ ഈ സംസ്കാരത്തെ മുഴുവൻ ഇവർ അടിച്ചു നിരത്തി. കാരണം അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, പുരോഗമിച്ച ആ സംസ്കാരത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പോൾ അവരത് മുഴുവൻ അടിച്ച് തകർത്ത് പിന്നെ അവരുടെ സംസ്കാരത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അവിടെ നിന്നാണ് പിന്നെ അവരെ യൂറോപ്പ് ക്രിസ്ത്യനാണ് എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ആളുകളിൽ നിന്നാണ് പിന്നീട് ക്രിസ്ത്യാനിറ്റി രൂപം കൊണ്ടതെന്നുള്ളൊരു വശമുണ്ട്. കാരണം റോമാ സാമ്രാജ്യം ക്രിസ്ത്യനായി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ റോമാ സാമ്രാജ്യത്തെ കീഴടക്കി ഈ ജർമാനിക് ട്രൈബ്സ് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവരുടെ കുറേ കൺസെപ്റ്റും കാര്യങ്ങളും വരുന്നത്. അതാണ് അവരെ ഈ രീതിയിലാണ് സംസ്കാരങ്ങളെ അവർ ഡീൽ ചെയ്ത്. ആ സംസ്കാരത്തെയാണ് പിന്നീട് ക്രിസ്ത്യാനിറ്റി മാറ്റിയെടുത്തത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ മാറ്റിയെടുത്ത് ഇത്രയും പ്രോസ്പറസ് ആയിട്ട്, അതുപോലെ തന്നെ യൂറോപ്പിലെ രാജ്യങ്ങൾക്കൊക്കെ ഭയങ്കര ട്രഡീഷനാണ്. അവർ ഭയങ്കര ട്രഡീഷനെ വാല്യൂ ചെയ്യുന്ന മനുഷ്യരാണ്. കാരണം അവർക്ക് അങ്ങനെയുള്ള ട്രഡീഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റി അവരുടെ ഏറ്റവും വലിയൊരു ട്രഡീഷൻ്റെ ഭാഗമാണ്. ക്രിസ്മസ് മാർക്കറ്റുകൾ ട്രഡീഷൻ്റെ ഭാഗമാണ്. അങ്ങനെയൊക്കെയുള്ള വലിയൊരു ട്രഡീഷൻ വരുന്നത്. അപ്പോൾ ആ ട്രഡീഷൻ ഇന്നത്തെ കാലത്ത് മറ്റ് ചില ആളുകളാൽ ചവിട്ടി മെതിക്കപ്പെടുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വശം. ആ മറ്റ് ചില ആളുകളാൽ ചവിട്ടി മെതിക്കപ്പെടാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് അവരുടെ ഇപ്പോൾ ഈ സെയിം സെക്സ് മാരേജ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ്, ആ കൺസെപ്റ്റിലേക്ക് എത്താൻ കുറേ വശങ്ങളുണ്ട്. അതാണ് നമ്മൾ ആദ്യം സൂചിപ്പിച്ച ദൈവത്തെ സമ്പൂർണ്ണമായി നിരാകരിക്കുന്ന ഒരു വശം. ആ ഒരു സാധനം യൂറോപ്പിലെ ഒരുപാട് രാജ്യങ്ങളിൽ കാണാൻ കഴിയും. അപ്പോൾ യൂറോപ്പിലെ പകുതി രാജ്യങ്ങളിൽ അംഗീകരിച്ചു, ഈ സെയിം സെക്സ് മാരേജിനെ അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പകുതി രാജ്യങ്ങളും നിരീശ്വര പ്രസ്ഥാനങ്ങൾക്ക് ദൈവം ഇല്ല എന്ന് പറയുന്ന കൺസെപ്റ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ്. അതിൽ നിന്ന് സമാധാനം വരുന്നു, അതിൽ നിന്ന് സന്തോഷം വരുന്നു എന്ന് പറയുന്ന ആളുകളാണ്. കാത്തോലിക് കൺട്രി ആണെന്ന് പറയുമ്പോൾ പോലും, ക്രിസ്ത്യൻ രാജ്യമാണെന്ന് പറയുമ്പോൾ പോലും പള്ളിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ പ്രാക്ടീസിങ് കാത്തലിക്സ് എന്ന് പറയുന്നത്, പ്രാക്ടീസിങ് ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിലാണ് യൂറോപ്പ് ഇന്നത്തെ ഒരു പ്രതിസന്ധിയിലൂടെ. യൂറോപ്പിൽ എന്തോരം പ്രതിസന്ധികളാണെന്ന് ഇന്ന് ആ രാജ്യങ്ങൾ തന്നെ, ഇപ്പം ബ്രിട്ടനെ കുറിച്ചൊക്കെ പറയുന്ന ആ രാജ്യം ഇനി എത്ര നാൾ നിലനിൽക്കും എന്നാണ് ബ്രിട്ടനെ കുറിച്ചൊക്കെ പറയുന്നത്. കാരണം അതുപോലെ ആ സംസ്കാരത്തെ ചവിട്ടി മെതിക്കപ്പെട്ടു എന്നുള്ളതാണ്. കാരണം ദൈവം ഇപ്പം നമ്മളെ ബൈബിളിൽ ഇതിൽ വായിച്ചതുപോലെ അവരെ നാശത്തിന് വിട്ടുകൊടുത്തു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണെന്ന് ബ്രിട്ടൻ്റെ ഒക്കെ പോക്ക് എന്ന് പറയുന്നത്. അതുപോലെ സാമ്പത്തികമായിട്ടും ഈ രാജ്യങ്ങളെല്ലാം ഇന്ന് തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ രാജ്യങ്ങളുടെ സംസ്കാരങ്ങൾ, അതാണ് സംസ്കാരങ്ങൾ ഇപ്പോൾ കുടിയേറ്റക്കാരായി വന്ന ആളുകൾ ഇവരുടെ സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഇവരുടെ സംസ്കാരം എന്താണെന്ന് ക്രിസ്ത്യൻ സംസ്കാരമായിരുന്നു, ആ സംസ്കാരത്തെ അവർ ഉപേക്ഷിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അവർക്ക് സംസ്കാരം ഇല്ലാതായി മാറി. അപ്പോൾ പുതിയ ആളുകൾ കയറി വന്ന് അവരുടെ സംസ്കാരം അടിച്ചേൽപ്പിക്കുമ്പോൾ അവർ, അതാണ് ബ്രിട്ടനിലൊക്കെ ഇന്ന് സംസ്കാരത്തെ തിരിച്ചു പിടിക്കാനുള്ള ഒരു വ്യഗ്രതയാണെന്ന്. ഇപ്പോൾ കുരിശും ഏന്തി, സെൻറ്റ് ജോർജ് കുരിശൊക്കെ ഏന്തി ബ്രിട്ടൻ്റെ തെരുവുകളിലൂടെ ആ ജനത തന്നെ അവരുടെ രാജ്യം തിരിച്ചു പിടിക്കാനുള്ള നെട്ടോട്ടം നടത്തിക്കൊണ്ടിരിക്കും. കാരണം ഇങ്ങനെയൊക്കെയുള്ള കൺസെപ്റ്റിലൂടെ ഒരു രാജ്യം കടന്നുപോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഫ്രാൻസിൻ്റെ ആണെങ്കിലും സ്പെയിനിൻ്റെ ആണെങ്കിലും എല്ലാ രാജ്യങ്ങളുടെയും അവസ്ഥ ഇത് തന്നെയാണ് എന്നുള്ളത്. എന്നാൽ അതേസമയം ബ്രിട്ടനിൽ ഇപ്പോൾ പോളണ്ട് അടക്കമുള്ള രാജ്യങ്ങൾ ഇതിൽ നിന്ന് മാറി നടക്കുന്ന രാജ്യങ്ങളാണ്. അവരിന്നും സ്വസ്ഥമായിട്ട് അവിടെ ജീവിക്കുന്ന സാഹചര്യമുണ്ട് എന്നുള്ള ഒരു വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട്. മറ്റുള്ളവരെല്ലാം ഈ കുടിയേറ്റക്കാരെങ്ങനെയാണ് അവിടെ പ്രൊമിനൻ്റ് ആയി വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇതാണ് അതിൻ്റെ ഉത്തരവ് നൽകുക. അവരുടെ സംസ്കാരത്തെ, അവരുടെ ആ ഒരു ക്രിസ്ത്യൻ സംസ്കാരത്തെ അവർ മാറ്റി നിർത്തി വെച്ചിട്ട് ലെഫ്റ്റ് ചിന്താഗതിയാണ് അവർക്ക്. അതിൻ്റെ കൂടെ നിരീശ്വരവാദമാണ്. ഈ ലെഫ്റ്റ് ചിന്താഗതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം നിരീശ്വരവാദത്തിൻ്റെ ഒരു കൺസെപ്റ്റാണ് എന്ന് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ പോയി ഇന്ന് ആ രാജ്യത്തിൻ്റെ ഈ ഇടതുപക്ഷത്തിൻ്റെ കൂടെ ചേർന്ന് അവരുടെ സംസ്കാരം ഇല്ലാതാക്കി, അതിനുശേഷം ഇടതുപക്ഷത്തിൻ്റെ കൂടെ പിന്നെയും മുന്നോട്ട് നടന്ന് നിരീശ്വരവാദത്തിൻ്റെ കൈപിടിച്ച് ഇന്ന് കുടിയേറ്റക്കാരായി വന്നവർ അവരുടെ എല്ലാം സ്വന്തമാക്കുന്ന സാഹചര്യമുണ്ടായി. കാരണം കുടിയേറ്റക്കാരൻ ഇന്നത് ഐഡൻറ്റിറ്റി ഉണ്ട്, ഇവനൊരു ഐഡൻറ്റിറ്റി ഇല്ലാത്ത അവസ്ഥയായി. ഇന്നത്തെ അവരുടെ ബർത്ത് റേറ്റ് യൂറോപ്പിൻ്റെ നേറ്റീവ് എന്ന് വെച്ചാൽ തദ്ദേശീയരായ ആളുകളുടെ ബർത്ത് റേറ്റ് എന്ന് പറയുന്നത് 1.05% ആണ്. 1.05% എന്ന് വെച്ചാൽ ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത ബർത്ത് റേറ്റാണ്. ആരും അവരുടെ കുടുംബങ്ങൾ ഛിന്ന ഭിന്നമായി പോയി. ആ ബൈബിള് നമ്മൾ ആദ്യം വായിച്ച അതിൻ്റെ ഉള്ളിൽ തന്നെ കൃത്യമായിട്ട് പറയുന്ന അതുപോലെ തന്നെ നാശത്തിന് വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞ പോലെ അവരുടെ കുടുംബ ബന്ധങ്ങൾ ഇല്ലാതായി പോയി കഴിഞ്ഞാൽ പിന്നെ മക്കൾ എവിടെയാണ്? അബോർഷൻ എന്ന് സ്വന്തം കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്ന ആളുകളായിട്ട് അവർ മാറിയേക്കോ, സ്വന്തം കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്ന മനുഷ്യരായിട്ട്. കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ പറയുന്നത് കേട്ടു, സ്വന്തം ഭക്ഷ്യവർഗ്ഗങ്ങളിൽ മറ്റ് ജീവജാലങ്ങൾ ഭക്ഷിക്കാതിരിക്കാൻ വിഷമടിക്കുകയും അതിനുശേഷം ആ വിഷമടിച്ച ഭക്ഷണം അത് കഴിക്കുകയും ചെയ്യുന്ന ഒരു ജീവി, ഒരേ ഒരു ജീവിയെ ലോകത്തിലുള്ളൂ, അത് മനുഷ്യനാണ് എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ കൺസെപ്റ്റും എന്ന് പറയുന്നത്. സ്വവർഗ ഭോഗം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനെ ഉയർത്തിപ്പിടിച്ചതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് അത് പെട്ടെന്നൊന്നും കാണാൻ കഴിയില്ല. പക്ഷേ അത് കാലങ്ങൾ കൊണ്ട് കാണുന്നു. ആ ഒരു ജനത, അവരുടെ സംസ്കാരം, അതുപോലെ തന്നെ ആ ഒരു തദ്ദേശീയ അവരുടെ ആ ഒരു ട്രഡീഷൻ എല്ലാം നശിച്ച്, ആ ജനത തന്നെ നശിച്ച് ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് ആ ദേശങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ജോൺ, ഇപ്പം റോബിൻ പറഞ്ഞതുപോലെ, നമ്മൾ കഴിഞ്ഞ പല നിലപാടുകളിലും പറഞ്ഞതുപോലെ
ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും പല സംഭവങ്ങളും ലോകത്ത് നടപ്പാക്കുന്ന പല സിറ്റുവേഷൻസും നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ റോബിൻ വായിച്ച ആ ഒരു ബൈബിൾ വാക്യം പോലെ തന്നെ ഇപ്പോൾ ഇനിയിപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു അധപതനം അതാണോ നമ്മുടെ മുന്നിലുള്ളത്? ശരിക്കും നമുക്കറിയാം, ഇപ്പോൾ ഈ കേട്ട വാർത്തയായിട്ട് നമ്മൾ കൂട്ടിവെച്ച് നോക്കുകയാണെങ്കിൽ പോലും ഇപ്പോഴത്തെ യൂറോപ്പിലെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ പോലും അതല്ല ശരിക്കും നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിന് കത്തോലിക്ക സഭയുടെ ഒരു വ്യാഖ്യാനം എങ്ങനെയാണ് ഇതിനെക്കുറിച്ച്? ആദ്യം തന്നെ മിസ്റ്റർ റോബിൻ പറഞ്ഞ ബൈബിൾ വചനം ഞാൻ വീണ്ടും ഒന്നുകൂടി ഉദ്ധരിക്കുകയാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 28-ാം വാക്യം. അത് ഇങ്ങനെയാണ് പറയുന്നത്: ദൈവത്തെ അംഗീകരിക്കുന്നത് ഒരു പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമവികാരത്തിനും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു എന്നാണ്. ദൈവം അവരെ വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞാൽ അവരെങ്ങനെ ആയിപ്പോയി, കാരണം ദൈവം അവർക്ക് വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ നിരീശ്വരവാദം എവിടെയൊക്കെ കൊടി പിടിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ആ ഒരു അവസ്ഥ, മതനിരാസം എവിടെ കൊടി പിടിച്ചിട്ടുണ്ടോ എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവിടെയൊക്കെയുള്ള ജനതയ്ക്ക് വന്ന ദുരിതമാണ് ഇതിൽ പറയുന്ന ഈ ഒരു വചനത്തിലൂടെ 1900 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഈ വചനത്തിലൂടെ നമ്മൾ കാണുന്നത്. കത്തോലിക്ക സഭയുടെ നിലപാട് മുമ്പ് കടക്കുന്നതിന് മുമ്പ് 2-3 കാര്യം കൂടി ഞാൻ പറഞ്ഞ് അതിലേക്ക് കടക്കാം. പ്രധാനമായും ഈ പറയുന്ന ഹോമോസെക്ഷൽ എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയും ഒരു പുരുഷനും പകരം 2 സ്ത്രീകളും അല്ലെങ്കിൽ 2 പുരുഷന്മാരും തമ്മിലുള്ള ഒരു പ്രവൃത്തി. ഈ പ്രവൃത്തിയിൽ പ്രത്യേകിച്ച് ഫലദായകമായിട്ട് ഒന്നും പ്രകൃതി നമുക്ക് കാണുന്നില്ല. അതായത് എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും പ്രവൃത്തിയിൽ നിന്ന് എന്തെങ്കിലും ഫലദായകമായിട്ട് നന്മയായിട്ട് എന്തെങ്കിലും വരണം. പക്ഷെ അങ്ങനത്തെ ഒരു പ്രവൃത്തിയും ഒരു നന്മയും അതിൽ നിന്നുണ്ടാകുന്നില്ല. ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുഞ്ഞുണ്ടാകുന്നു. ആ കുഞ്ഞുണ്ടാകുന്നു, ഒരു തലമുറ സൃഷ്ടിക്കപ്പെടുന്നു, ഭാവി ലോകം സൃഷ്ടിക്കപ്പെടുന്നു. അങ്ങനെ ഒരു സമൂഹം വളർത്തപ്പെടുന്നു. ഒരു ഫാമിലി എന്ന കൺസെപ്റ്റാണ് അവിടെ വരുന്നത്. ഇവിടെ എന്ന് പറയുന്നത് ഫാമിലി എന്ന കൺസെപ്റ്റ് അവിടെ വരുന്നില്ല. അതേസമയം എന്തൊക്കെയോ പേരിൽ ഫാമിലി എന്ന കൺസെപ്റ്റ് ഏച്ചു കെട്ടാൻ ശ്രമിക്കുന്ന ഒരു പറ്റം ആളുകളുടെ വിചാരങ്ങളെയാണ് ഈ പറയുന്ന ഹോമോസെക്ഷൽ ആയിട്ടുള്ള വിവാഹത്തിലൂടെ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ പറയപ്പെടുന്നത്. അതായത് ഈ യൂറോപ്യൻ യൂണിയന്റെ ഒരു നയം, അതായത് ഈ ദിവസങ്ങളിൽ 1-2 ദിവസമായിട്ടുള്ള വന്നിട്ടുള്ളൊരു നയമാണ് യൂറോപ്യൻ യൂണിയനിൽ അംഗത്വമുള്ള മിക്ക രാജ്യങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും തന്നെ സെയിം സെക്സ് മാരേജിനുള്ള നിയമം നടപ്പിലാക്കണം, അല്ലെങ്കിൽ അത് ലോഫുൾ ആക്കണം എന്നുള്ളതാണ്. അപ്പോൾ ജർമ്മനിയിൽ ഇതിൻ്റെ ഒരു നിയമമുണ്ട്. അതേസമയം പോളണ്ടിൽ വരുമെങ്കിൽ ഈ സെയിം സെക്സ് മാരേജ് അല്ലെങ്കിൽ അങ്ങനെ മാരീഡായുള്ള കപ്പിൾസിന് ഒരിക്കലും അവിടുത്തെ നിയമം അനുസരിച്ച് ജീവിക്കാൻ സാധിക്കില്ല. കാരണം പോളണ്ടിൽ ഇത് അനുവദനീയമല്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാത്തിലും നിയമം വരണം എന്നൊരു ഇമ്പോസിങ് എന്നുള്ളൊരു യൂസേജാണ് യൂറോപ്യൻ യൂണിയൻ കൊടുത്തിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഇത് ഈ പാശ്ചാത്യ ലോകത്തിൻ്റെ കൊടിയ തകർച്ചയുടെ വേറൊരു ഭാഗമാണെന്ന് കാണാൻ പറ്റും. അപ്പോൾ പറയാം, നിരീശ്വരവാദം തുടങ്ങി വെച്ചത് തന്നെ പാശ്ചാത്യ ലോകത്താണ്. അവരാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ അനുഭവിക്കുന്നത്. എവിടെയൊക്കെ ഈ നിരീശ്വരവാദം കുടികൊണ്ടിട്ടുണ്ടോ അവിടെയൊക്കെ ഈ പാശ്ചാത്യ ലോകമുണ്ട്. ഈ റിച്ചാർഡ് ഡോക്കിങ്സ് ഏറ്റവും വലിയൊരു നിരീശ്വരവാദി, സ്റ്റെം സെൽ റിസർച്ചിൻ്റെ അങ്ങനെയുള്ള പല കാര്യങ്ങളും ബുക്ക് എഴുതിയൊരു വലിയ പുസ്തകങ്ങളൊക്കെ എഴുതിയൊരു വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ബീങ് എ കൾച്ചറൽ ക്രിസ്ത്യൻ ഐ ആം പ്രൗഡ് ഓഫ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് കൾച്ചറൽ ക്രിസ്ത്യൻ എന്ന് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അതൊരു ആത്മാവില്ലാത്ത ക്രിസ്ത്യാനിറ്റിയാണ്. അതായത് ആത്മാവില്ലാത്ത സംസ്കാരമാണ് അവിടുത്തെ. കുറേ ആഘോഷങ്ങൾ എന്തിനൊക്കെയോ വേണ്ടി നടത്തപ്പെടുന്നു. ക്രിസ്മസ് ആണെന്ന് പറയുന്നു, ഈസ്റ്റർ ആണെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞത് ഭൂരിപക്ഷമാണ് പറയുന്നത്. ന്യൂനപക്ഷങ്ങളായ ക്രൈസ്തവരുണ്ട് അവിടെ. ന്യൂനപക്ഷങ്ങൾ എന്ന് വെച്ചാൽ ക്രൈസ്തവർ ന്യൂനപക്ഷങ്ങളല്ല, ക്രൈസ്തവ നാമധാരികൾ ന്യൂനപക്ഷങ്ങളല്ല, അത് ഭൂരിപക്ഷമാണ്. പക്ഷേ ക്രൈസ്തവ വിശ്വാസം കൃത്യതയോടെ അനുഷ്ഠിക്കുന്ന വെറും ന്യൂനപക്ഷമായിട്ടുള്ള സമുദായമാണ് അവിടെ അത്രത്തോളം ചുരുങ്ങിപ്പോയി എന്നാണ് പറയപ്പെടുന്നത്. അവർ ആഴ്ചയിലോ അല്ലെങ്കിൽ ദിവസത്തിലോ ഒക്കെ വിശുദ്ധ കുർബാനയ്ക്കോ അല്ലെങ്കിൽ ദേവാലയത്തിലൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാരുണ്ട്. ഈ കാലഘട്ടങ്ങളിൽ ജൻസി യുവാക്കൾ അത് വർദ്ധിച്ചു വരുന്നതൊക്കെ വാർത്തകളൊക്കെ വരുന്നുണ്ടെങ്കിലും ഭൂരിപക്ഷം സമുദായം അവർ ക്രൈസ്തവ നാമധാരികളായിരിക്കാം, ക്രൈസ്തവ വിശ്വാസികൾ എന്ന് പേരുകൊണ്ടോ അല്ലെങ്കിൽ തലമുറ കൊണ്ടോ പാരമ്പര്യം കൊണ്ടോ പറയപ്പെടുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ അവരിൽ ആ കൾച്ചർ, ആ പറയുന്ന സമ്പ്രദായം, ആ പാരമ്പര്യ രീതികൾ, സംസ്കാരം മാത്രമേ അവരിൽ ഇപ്പോഴും ഉള്ളൂ. ഇതങ്ങനെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സ്ഥിതിയാണ് ഇനി യൂറോപ്പിൻ്റെ നാശം എന്ന് പറയുന്നത്. അതിൻ്റെ ബാക്കി പത്രമാണ് ഫ്രാൻസിൽ ഉൾപ്പെടെ മറ്റെല്ലാ സ്ഥലങ്ങളിലും മറ്റു ഒരു സമുദായം വന്ന് അവരെല്ലാം കീഴ്പ്പെടുത്തി അവരെ ദുർബലപ്പെടുത്തുന്ന അവസ്ഥ. ഒരു രാജ്യത്തിൻ്റെ ഐഡൻറ്റിറ്റി സംരക്ഷിക്കാൻ വേണ്ടി ബ്രിട്ടൻ നടത്തുന്ന ഒരു യാത്ര അല്ലെങ്കിൽ ബ്രിട്ടൻ നടത്തിയ ഒരു പ്രൊസഷൻ കഴിഞ്ഞതിന് മുമ്പത്തെ മാസം നമ്മൾ ടി വിയിലൂടെ കണ്ടത് ടോമിൻ റോബിൻസന്റെ നേതൃത്വത്തിൽ റൈറ്റ് പാർട്ടി നടത്തിയത്. എന്തുകൊണ്ടാണ് ഒരു ജനതയ്ക്ക് അത്രത്തോളം അധപതിക്കാൻ ഉണ്ടായ ഒരവസ്ഥ? ഞങ്ങളുടെ നാഷണാലിറ്റി അല്ലെങ്കിൽ യൂണിയൻ ജാക്ക് പതാകകളൊക്കെ ഏന്തിയിട്ട് ഞങ്ങളുടെ രാജ്യമാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു യാത്ര നയിക്കേണ്ട അത്രത്തോളം ഒരു അധപതനം ഒരു രാജ്യത്തിന് ഉണ്ടാകുമോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമാണ്. അത്രത്തോളം ആ രാജ്യങ്ങളൊക്കെ തകർന്നു. കാരണം എന്താണ്? ബൈബിൾ പറഞ്ഞത് കൃത്യമാണ്. ദൈവത്തെ അംഗീകരിക്കുന്നത് ഒരു പോരായ്മയായി കണ്ടതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ മനുഷ്യനുണ്ടാവുന്നത്.
ഇനി കത്തോലിക്ക സഭയുടെ നിലപാടുകളിലേക്ക് വരുവാണ്. കത്തോലിക്ക സഭ ഈ കഴിഞ്ഞ കത്തോലിക്ക സഭയുടെ പ്രധാനപ്പെട്ട നിലപാടനുസരിച്ച് ഹോമോസെക്ഷൽ വിവാഹങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തികൾ കത്തോലിക്ക സഭ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അത് കത്തോലിക്ക സഭ നിരാകരിക്കുന്നു തീർച്ചയായിട്ടും. അപ്പോൾ ഈ ദിവസങ്ങളിൽ കത്തോലിക്ക സഭ കഴിഞ്ഞ രണ്ട് ആഴ്ചയ്ക്ക് മുമ്പാണ് ലയോ 14 പാപ്പ ഒരു അപ്പസ്തോലിക ലേഖനം ഇറക്കിയിരുന്നു. അതിൻ്റെ പേരാണ് യുനോകാരോ എന്ന് പറഞ്ഞാൽ ഒരു ശരീരം എന്നാണ് അതിൻ്റെ പേര്. വൺ ഫ്ലഷ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷിൽ പറയുന്നത്. വിവാഹം എന്നതൊരു സ്ത്രീയും പുരുഷനും തമ്മിൽ മാത്രമായിരിക്കണം, അതാണ് അതിൻ്റെ നന്മ, ദൈവമാണ് നിശ്ചയിച്ചത് എങ്ങനെയാണ്. വിശുദ്ധ ബൈബിൾ ഗ്രന്ഥത്തിൽ ആദ്യത്തെ വചനം പറയുന്നതാണ്, ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു, അവരിനിമേൽ രണ്ടല്ല ഒന്നായിരിക്കുമെന്നാണ് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അല്ലാതെ രണ്ട് പുരുഷന്മാരെ സൃഷ്ടിച്ചു അവരിനിമേൽ ഒന്നാണെന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. മാത്രമല്ല പിന്നീട് വരുന്ന ബൈബിൾ വചനങ്ങളിലൊക്കെ വരുന്നത് സോദോം ഗൊമോറ എന്നൊക്കെ പറഞ്ഞിട്ട് വാക്കുകൾ നേരത്തെ ഉദ്ധരിച്ച പോലെ തന്നെ ഈ പറയുന്ന ബൈബിൾ വചനങ്ങളൊക്കെ അതിൽ വരുന്നുണ്ടല്ലോ. അതിൽ തന്നെ കൊടിയ ശിക്ഷകളാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. അത് അവരുടെ തന്നെ പതനത്തിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടായിരിക്കുന്നുണ്ടാവും, പക്ഷേ അത് ദൈവം കൊടുത്തു എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി കത്തോലിക്ക സഭയുടെ ഈ പഠനങ്ങൾ, അതായത് എന്തുകൊണ്ട് കത്തോലിക്ക സഭ സെയിം സെക്സ് മാരേജ് എന്നുള്ള കാര്യം അത് നിരാകരിക്കുന്നു അല്ലെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നതിൻ്റെ അർത്ഥം തന്നെ ഇതാണ്. കാരണം കത്തോലിക്ക സഭ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥ വചനത്തിൻ്റെ ബേസിലാണ്. അതാണ് അതിൻ്റെ അടിസ്ഥാന പ്രമാണം. മാത്രമല്ല യേശുക്രിസ്തുവിൻ്റെ വചനമാണ് യേശുക്രിസ്തുവാണ് ഈ കത്തോലിക്ക സഭയുടെ മൂലക്കല്ല് എന്നാണ് നമുക്കെല്ലാവർക്കും അറിയുന്നത്. സഭ എന്നത് ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തിൽ ഈ മ്ലേച്ഛതകൾ നടത്തുക എന്നുള്ളത് ഒരിക്കലും സ്വീകാര്യമായ കാര്യമല്ല. വിശുദ്ധ ഗ്രന്ഥത്തിൽ പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ അല്പം മുമ്പ് മിസ്റ്റർ റോബിൻ വായിച്ചതുപോലെ തന്നെ നമുക്കറിയാം, സ്ത്രീയും തമ്മിലും പുരുഷനും തമ്മിലുള്ള ഒരിക്കലും ചേരാത്ത, അതായത് പ്രകൃതി വിരുദ്ധമായ ബന്ധങ്ങളിൽ അവർ ഏർപ്പെട്ടു എന്നാണ് കാണുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഒരു കാന്തത്തിന്റെ കഷ്ണം തന്നെ എടുത്തു നോക്കുക, രണ്ട് കാന്ത കഷ്ണങ്ങൾ ഒരിക്കലും ഒരു പോസിറ്റീവും പോസിറ്റീവും തമ്മിൽ ചേരില്ല, നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ ചേരുള്ളൂ നമുക്കറിയാം. അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് ഈ പ്രകൃതി തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഈ പറയുന്ന സ്വർഗ വിവാഹത്തിനെതിരായുള്ള എന്താണ് ഈ യഥാർത്ഥ വിവാഹം അല്ലെങ്കിൽ യഥാർത്ഥ ലൈംഗികത എന്താണെന്ന് കാണിച്ചു തരുന്നുണ്ട്. ഈ പക്ഷികളും മൃഗങ്ങളൊക്കെ ഈ ഒരു എക്സാമ്പിളാണ് കാണിച്ചു തരുന്നത്. ഒരിക്കലും രണ്ട് ആൺപക്ഷികൾ രണ്ട് പെൺപെൺകുട്ടികളൊക്കെ ഒരുമിച്ച് ചേർന്ന് വേറൊരു കുട്ടികൾക്കോ അല്ലെങ്കിൽ അതിൻ്റെതായ മക്കൾക്കോ ജന്മം കൊടുത്തായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഇതുപോലെ തന്നെയാണ് മനുഷ്യന്റെ അവസ്ഥ. രണ്ട് സ്ത്രീകൾക്കോ രണ്ട് പുരുഷന്മാർക്കോ ജന്മം കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് ശാസ്ത്രം തെളിയിച്ച കാര്യം തന്നെയാണ്. അപ്പോൾ എന്താ അവർ ചെയ്യുന്നു എന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ മറ്റുള്ളവരാരെങ്കിലും പ്രസവിച്ച ഒരു കുഞ്ഞിനെ അവർ ദത്തെടുക്കുന്നു, അതല്ലെങ്കിൽ ഇവര് സ്ത്രീകളാണെങ്കിൽ ഇൻവിട്രോ IVF വഴി ഈ വേറൊരു പുരുഷന്റെ, അതായത് അവരിൽ ഭാഗഭാഗത്വം ഇല്ലാത്ത വേറൊരു പുരുഷന്റെ ബീജമെടുത്ത് അവർ ഫെർട്ടിലൈസ് ചെയ്യുന്ന രീതിയിലേക്ക് മാറുന്നു. സഭ പഠിപ്പിക്കുന്നത് വിവാഹം എന്നതും ലൈംഗികത എന്നതും ദമ്പതികൾ തമ്മിൽ പരസ്പരം ദാനം ചെയ്യുന്നതാണ് സഭ പഠിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഇവിടെ പരസ്പരം ദാനം ചെയ്യുന്നതിനേക്കാൾ ഉപരി സെൽഫിഷ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ സ്വർഗ ലൈംഗികത സഭ പ്രോത്സാഹിപ്പിക്കുന്നില്ല. മാത്രമല്ല അതിൻ്റെ കൊടിയ വിപത്തുകളാണ് ഈ ലോകമെങ്ങും യൂറോപ്യൻ രാജ്യങ്ങളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ പോസിബിളി കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഗ്രാജുവലായിട്ടാണ് ഒരു രാജ്യം അല്ലെങ്കിൽ ഒരവസ്ഥ അല്ലെങ്കിൽ ഒരു സമുദായം നശിക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ട് ഒരു സമുദായം ഒരു സിവിലൈസേഷനും നശിച്ചതായി കാണുന്നില്ല. റോമൻ സാമ്രാജ്യം നശിച്ചത് 1-2 ദിവസത്തിലല്ല, ഒറ്റ ദിവസം കൊണ്ടല്ല നശിച്ചത്. ഒരു വലിയ സാമ്രാജ്യം, ബാബിലോൺ സാമ്രാജ്യം അല്ലെങ്കിൽ എന്ത് സാമ്രാജ്യം എടുത്താലും ഒറ്റ ദിവസം കൊണ്ട് ഒരു സാമ്രാജ്യം അല്ലെങ്കിൽ ഒരു മനുഷ്യൻ നശിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. ഡ്രഗ് അടിക്കുന്ന ഒരു മനുഷ്യൻ ഒറ്റ ദിവസം കൊണ്ട് ഒരു ദിവസം ഡ്രഗ് അടിച്ചു പിറ്റേ ദിവസം മരിച്ച അല്ലെങ്കിൽ പിറ്റേ ദിവസം അഡിക്ഷനായിട്ട് കൊണ്ടൊന്നും കാണുന്നില്ല. ഓരോ ദിവസവും ചെല്ലും അതിൻ്റെ കാഠിന്യം കൂടി പിന്നെ അത് മാറ്റാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ആ രാജ്യമോ അല്ലെങ്കിൽ ആ സാമ്രാജ്യമോ അല്ലെങ്കിൽ ആ മനുഷ്യരോ ഒക്കെ നശിച്ചു പോകുന്നത്. ഇതേ അവസ്ഥ തന്നെയാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കൈവന്നുകൊണ്ടിരിക്കുന്നത്. ജർമ്മനി അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കൈവന്നുകൊണ്ടിരിക്കുന്നത്. അവർ ക്രിസ്തീയ വിശ്വാസം ഏറ്റുപറഞ്ഞ് അവരുടെ രാജ്യത്തിൽ ഈ വലിയ പ്രൊസഷൻ നടത്തിക്കൊണ്ടോ ഞങ്ങളുടെ രാജ്യമാണ് നാഷണാലിറ്റി ആണെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഉപകാരമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അവർ ചെയ്യേണ്ടത് തിരിച്ചു വരവാണ്. അവർ ചെയ്യേണ്ടത് ക്രിസ്തുവിലേക്ക് ദൈവത്തെ അംഗീകരിക്കുക, തിരിച്ചു വരിക എന്നാണ് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം വരേണ്ടത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഈ പറയുന്ന സ്വർഗ വിവാഹ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവർ നിർത്തലാക്കുക, നിയമം മൂലം നിരോധിക്കുക എന്നുള്ളതാണ്.
മൂന്നാമത്തെ അവർ വിവാഹ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുക എന്നുള്ളതാണ്. ഈ യൂറോപ്യൻ കൾച്ചർ നമ്മുടെ നാട്ടിലും വളരെയധികം അതിപ്രസരം വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എണ്ണമറ്റ വിവാഹ മോചന കേസുകളാണ് കേരളത്തിൽ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ വിവാഹ മോചന കേസുകൾ, ഇങ്ങനെയുള്ള വിവാഹ മോചന കേസുകൾ, ഒരു ദിവസം കല്യാണം കഴിച്ചു 1-2 മാസങ്ങൾ അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ വിവാഹ മോചനം തേടുന്നതിൽ പ്രത്യേകിച്ച് അതിൽ വിവാഹം എന്ന ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ അതിലുള്ളൊരു കവനന്റ്, കോൺട്രാക്ട് എന്നല്ല കവനന്റ്, ഉടമ്പടി എന്നാണ് പറയുന്നത്. വ്യത്യാസമുണ്ട്. കോൺട്രാക്ട് എന്നല്ല, കോൺട്രാക്ട് ഈസ് ടെമ്പററി, കവനന്റ് ഈസ് പെർമനന്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയാം. അപ്പോൾ അങ്ങനെയുള്ളൊരു കവനന്റിനെ അവഹേളിക്കുന്ന തരത്തിലൊക്കെ കേരളത്തിലെ ഏത് മതത്തിലായിക്കോട്ടെ, കേരളത്തിലെ അങ്ങനെ ചിന്തകളും ഇതൊക്കെ മാറിക്കൊണ്ടിരുന്നാൽ യൂറോപ്പിന്റെ അതേ ഗതി, അതായത് സ്വന്തം അപ്പനെന്ന് വിളിക്കാൻ അപ്പനെ എനിക്ക് കാണാനില്ല. കാരണം ഡൈവേഴ്സ് ചെയ്ത് പോയി, മക്കളുണ്ട്, ഡൈവേഴ്സ് പോയി, അമ്മയുടെ കൂടെ താമസിക്കുന്നത്, അല്ലെങ്കിൽ അമ്മയില്ല, അപ്പന് മാത്രമുള്ള അവസ്ഥയിലൊക്കെ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ അതേ ഗതി ഇപ്പോൾ ഇന്ത്യയിൽ കേരളത്തിൽ പ്രത്യേകിച്ച് അത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കേരളത്തിലും ഈ നിരീശ്വരവാദം അതേസമയം നിരീശ്വരവാദം കൂട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തും ദൈവമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തരം ആവാസങ്ങൾക്കും, അതായത് ഒരുപക്ഷെ ഞാൻ പറയും മതമാണ് ഒരുപക്ഷെ ലോകത്തിനെ ഇത്രയധികം ധാർമ്മികതയിലേക്ക് നയിക്കുന്നത്. ആ മതമില്ലാതായാൽ ദൈവവിശ്വാസമില്ലാതായാൽ പിന്നെ മനുഷ്യന് ഉണ്ടാകുന്ന ഗതിയാണ് സോദോം ഗൊമോറയുടെ ഗതി. ആ ഗതിയിലേക്കാണ് യൂറോപ്യൻ രാജ്യങ്ങൾ പോകുന്നത്. അതിൻ്റെ ചൂട് വെച്ച് കേരളവും പതിയെ ഈ അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് എന്ന് വേണം സംശയിക്കേണ്ട. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പോകുന്നത്. തീർച്ചയായിട്ടും ആത്മാവില്ലാത്തൊരു സംസ്കാരം കേരളത്തിലോ ലോകത്തിലോ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യൂറോപ്പിനും ഒരു ഉണർവ് അത്യാവശ്യമാണ്. ഒരു ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു ശിഷ്ടഭാഗത്തെ യൂറോപ്പിലും ദൈവം കാത്തുവെച്ചിട്ടുണ്ട്. ഒരു സമയത്ത് അവർ ഉണരും. തീർച്ചയായിട്ടും യൂറോപ്പ് ദൈവത്തിലേക്ക് തിരിച്ചു വരും. കേരളത്തിലുള്ള ആൾക്കാരും നിരീശ്വരവാദത്തിലൊക്കെ വിട്ട് യഥാർത്ഥ സത്യദൈവത്തിലേക്ക് തിരിച്ചു വരും, യേശുക്രിസ്തുവിലേക്ക് തിരിച്ചു വരും നമുക്ക് പ്രത്യാശിക്കാം. ജോൺ പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം കൂടെ ഓർമ്മ വന്നത്. നമ്മൾ ഈ കല്യാണങ്ങൾക്ക് മുൻപ് മാരേജ് കോഴ്സിന് പോകുന്നൊരു പരിപാടിയുണ്ട് നമ്മുടെ കത്തോലിക്ക സഭയിൽ, അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യൻ വിശ്വാസത്തിനിടയ്ക്കുള്ള ഒരു ട്രെയിനിങ്. കല്യാണ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുന്ന കപ്പിളിന് കൊടുക്കുന്ന ഒരു ട്രെയിനിങ് ആണ്. എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, അങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് ദിവസത്തെ ഒരു ട്രെയിനിങ്. അത് ശരിക്കും നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ഫലപ്രദമാകുന്ന ഒരു സംഭവം തന്നെയാണ്. ശരിക്കും നമ്മൾ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഫേസ് ചെയ്യാൻ പോകുന്ന പല കാര്യങ്ങളും നമുക്ക് ഇവിടെ ഈ ട്രെയിനിങ്ങിൽ പറഞ്ഞു തന്നതിലൂടെ നമുക്ക് ഒരുപാട് ഗുണകരമായിട്ട് വരാറുണ്ട്. അപ്പൊ അതിൽ ഈ ട്രെയിനിങ്ങിൽ പറയുന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ നമ്മുടെ സഭ മെയിനായിട്ട് പറയുന്ന ഒരു സംഭവമാണ് ദാമ്പത്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കുടുംബം എന്ന് പറയുന്നത്, അവിടെ ഭാര്യയ്ക്കും ഭർത്താവിനുമുള്ള ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുക എന്നുള്ളതാണ്. ഇപ്പം ജോൺ പറഞ്ഞായാലും ശരി, റോബിൻ പറഞ്ഞായാലും ശരി, നമുക്ക് ഈ വിഷയത്തിൽ മെയിനായിട്ട് നമുക്ക് പറയാനുള്ളതും അത് തന്നെയാണ്. മനുഷ്യകുലത്തിന്റെ ഒരു മുൻപോട്ടുള്ള ഈ യാത്രയിൽ ശരിക്കും ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു വിവാഹത്തിന് മാത്രമേ അവിടെ ഒരു ചാൻസ് ഉള്ളൂ. അവിടെ മറ്റൊന്നിനും ഒരു ചാൻസ് ഇല്ല എന്നാണ് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുടുംബം എന്നതും ദാമ്പത്യം എന്നതും അത് സ്ത്രീക്കും പുരുഷനും മാത്രം ദൈവം കൽപ്പിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ ലോകവും ലോക ജനതയും മുന്നോട്ട് യാത്രയാവുകയുള്ളൂ. യൂറോപ്പിലായാലും ഇന്ത്യയിലായാലും ശരി, ഈ ഒരു സംവിധാനത്തിന് കോട്ടം സംഭവിക്കുന്ന നാളുകളിൽ മാനവരാശിയുടെ അധപതനത്തിന് തുടക്കം കുറിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അങ്ങോട്ട് യൂറോപ്പിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്നത്തെ നിലപാട് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി മറ്റൊരു ദിവസം.